ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫിദൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സിമ്പിൾ ഹിജാബ് സ്റ്റൈൽസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ആൾ എന്ന ഓപ്ഷൻ തന്നെ മറക്കാതെ ചെയ്യുക. ഇന്ന് എനിക്ക് വീഡിയോ ചെയ്തു തരുന്നത് എൻ്റെ ദീദിയാണ്. സ്ക്രീനിൽ ഇന്ന് മൊത്തം പറയുന്നത് എൻ്റെ ദീദിയാണ്. ഞാൻ ഇന്ന് വെറുതെ അവിടെ നിന്ന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, നമുക്ക് ആദ്യത്തെ ഹിജാബ് സ്റ്റൈലിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഷിഫോണിൻ്റെ തുണിയുള്ള ഷാളാണ്. ഇതൊരു ഷിഫോണിൻ്റെ തുണിയുള്ള ഷാളാണ് എടുത്തിട്ടുള്ളത്. അങ്ങോട്ടാണ് ഫസ്റ്റ് ഹിജാബ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ടർബൺ കെട്ടിയിട്ടുണ്ട്. ഇനി സ്കാർഫ് ഇടേണ്ടവർക്ക് സ്കാർഫ് ഇടാം, ടർബൺ കെട്ടേണ്ടവർക്ക് കെട്ടാം. ഇത് ഷിഫോണിൻ്റെ തുണി ആയതുകൊണ്ട് ഞങ്ങൾ ടർബൺ കെട്ടിയതാണ്. എന്നിട്ട് ഷാൾ എടുക്കുമ്പോൾ ഒരേ ലെങ്ത്തിലാണ് എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ലെങ്ത്തിലാണ് എടുത്തത്. ഷാള് നമ്മൾ ആദ്യം കോണാക്കിയിട്ട് ഒന്ന് പിഞ്ചിയാണ്. ഷാളൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെ സൈസിനനുസരിച്ച് പിഞ്ച് ചെയ്യാം. ലൂസ് ഉള്ളവർക്ക് ലൂസാക്കാം, ടൈറ്റ് ഉള്ളവർക്ക് ടൈറ്റ് ആക്കിയിട്ട് ഇത് അവിടെ ഒന്ന് നേരെ സ്ട്രൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടൊരു പീസ് വെച്ച് കൊടുക്കുന്നു. രണ്ടും ഒരേ ലെങ്ത്താണ് നോക്കുന്നത്. ഇനി ഒരു സൈഡൊക്കെ എടുത്തിട്ട് നമ്മൾ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ലെയറായി നേരെ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത്ര ലെയർ എടുക്കാം. നമ്മൾ ഏകദേശം ഒരു 3 ലെയർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഭാഗമുണ്ട്, അതൊന്ന് ലൂസിൽ ഈ സൈഡിൽ നിന്ന് നമ്മൾ ലൂസാക്കി എടുത്തിട്ട് നേരെ ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഒരു പീച്ച് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഹിജാബ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം അബായാസുക്കും ടോപ്പുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സിമ്പിൾ ഹിജാബാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനി അതുകൊണ്ട് ടർബൻ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ടർബൻ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് സ്കാർഫ് യൂസ് ചെയ്യാം. അപ്പം ഞങ്ങൾ ചെയ്യാണ് ഇതൊരു കോണാകൃതി തന്നെ. ആദ്യത്തെ കുറച്ചിത് ഷോർട്ടാക്കിയിട്ടും മറ്റേത് ഫുള്ള് ലെങ്ത്തിലും എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഞങ്ങൾ കോണാക്കി ആദ്യം മാറ്റി കൊടുക്കുക, പിൻ ചെയ്യാം. പിൻ ചെയ്ത് പാകത്തിൽ നിന്ന് പിൻ ചെയ്യാം. അപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു കോണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഞങ്ങൾ പീറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലെങ്ത്തുള്ള ഭാഗം എടുത്ത് നമ്മൾ ഞങ്ങൾ നേരെ ഇടുന്നുണ്ട്. ഫുള്ള് ലെയറാക്കി ഇടണം. ലെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ലെയർ തട്ട് ഫുള്ളാക്കി എടുത്തിട്ട് ഉണ്ട്. ഞങ്ങൾ ഒരു ഏകദേശം കുറച്ച് ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പ്ലീറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അവിടെ നടുവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് അധികം ബീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തരാം. ബാക്കും ഇതും എല്ലാ അബായസിലും എല്ലാ ടോപ്പേഴ്സിലൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ഇനി കാണിച്ചു തരാം.
ഗായ്സ്, ഇനി മൂന്നാമത്തെ ഹിജാബ് സ്റ്റൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഹിജാബാണ് ഇനി ചുറ്റുന്നത്. എന്താ പറയുക, ആദ്യത്തെ ഷാൾ തന്നെ പോലെ തന്നെയാണ്, കോട്ടൻ്റെ ഷാൾ തന്നെയാണ്. അതിൻ്റെ കളർ ചേഞ്ച് സെയിം ഷാൾ തന്നെയാണ്, കളർ ചേഞ്ച്. ഈ എന്താന്ന് ആദ്യത്തെ ഷോർട്ടും പിന്നെ ലെങ്ത്തുമാണ് നോക്കൊണ്ടു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ കോണാക്കിയിട്ട് അവിടെ കുത്താം. കുത്തി എന്നിട്ട് ആദ്യം ഇങ്ങനെ പീറ്റടിച്ചു കൊടുക്കുക അവിടെ. എന്നിട്ട് ഈ ലോങ്ങില്ല സൈഡില്ലേ അതൊന്ന് നമ്മൾ ലൂസായിട്ട് എടുത്തിട്ട് ഈ സൈഡിലേക്ക് ഇടുക. വെരി സിമ്പിൾ ഹിജാബ്സാണ്. അപ്പോൾ നോക്കുക എല്ലാവരും. ലൂസാക്കിയിട്ടിട്ട് ഇനി ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഒരു പീറ്റ് അടിച്ചു കൊടുക്കാം. പീറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ആ ബാക്കിൽ നിന്ന് കുറച്ച് ലെയർ എടുത്ത് കൊടുക്കുക. വളരെ ഏകദേശം ലെയർ എടുത്തിട്ടുണ്ട്. ഇതിവിടെ പീറ്റ് അടിക്കുക. കോട്ടൻ്റെ ഷാളാകൊണ്ട് പീറ്റ് അധികം വേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഹിജാബ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. വെരി സിമ്പിൾ ഹിജാബാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇനി ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. സിമ്പിൾ ഹിജാബ് സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.